കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. അങ്ങനെ വിശ്വാമിത്രനും വല്ലാത്ത ദേഷ്യം വന്നു. പറഞ്ഞറിയിക്കാൻ കഴിയാതത്ര വൈരം വന്നു വിശ്വാമിത്രന്. ഒരു ദിവസം ഹരിശ്ചന്ദ്ര രാജാവ് നായാട്ടിനായി കാട്ടിലേക്ക് പോയപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ട് അദ്ദേഹം ചോദിച്ചു, അല്ലയോ സുന്ദരി, നീ എന്താണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്? നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ? എന്റെ നാട്ടിൽ ഒരുത്തനും അന്യ സ്ത്രീകളെ ദ്രോഹിക്കാറില്ല. നിന്നെ ദ്രോഹിച്ചവനെ ഞാൻ വധിക്കുന്നുണ്ട്. ആരാണ് നിന്നെ ദ്രോഹിച്ചതെന്ന് പറയൂന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന്റെ ചോദ്യം കേട്ട് കണ്ണുനീരൊക്കെ തുടച്ചു. എന്നിട്ട് അവള് പറഞ്ഞു, ഞാൻ വിശ്വാമിത്ര മുനി കാരണമാണ് കരയുന്നത്. ആ മഹർഷിയെ തട്ടിപ്പായത്. ആ മുനി എന്നെ ലഭിക്കാൻ തപസ് ചെയ്യുകയാണ്. ഇത് കേട്ട് ഹരിശ്ചന്ദ്രൻ പറഞ്ഞു, മനോഹരിയെ ദുഃഖിക്കാതിരിക്കൂ, ഞാൻ ആ മുനിയെ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാം. ഇത്രയും പറഞ്ഞ് ഹരിശ്ചന്ദ്ര രാജാവ് വിശ്വാമിത്രമുനി തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. മുനിയുടെ സമീപത്തെത്തി കാൽക്കൽ വീണ് നമസ്കരിച്ച് വിനയപൂർവ്വം പറഞ്ഞു, മഹർഷി, എന്തിനാണ് ഈ തപസ്? മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കുന്ന വിധത്തിൽ തപസ് ചെയ്യാതിരിക്കൂ. കാതിനന്ദന, അങ്ങയുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. കൗശികന്റെ തപസ് മുടക്കി ഹരിശ്ചന്ദ്രൻ സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി. തന്റെ തപസ് മുടക്കിയതിനാലും വസിഷ്ഠനോടുള്ള വാക്കേറ്റത്തെയും ഓർത്ത് കോപം പൂണ്ട വിശ്വാമിത്രൻ, വലിയ ദേഷ്യക്കാരനാണ് വിശ്വാമിത്രൻ, വലിയ ദേഹത്തോടു കൂടി ഒരു അസുരനെ പന്നിയുടെ രൂപത്തിൽ രാജാവിന്റെ ഉദ്യാനത്തിലേക്ക് അയച്ചു. ആ തടിയൻ പന്നിയൊരു പ്രത്യേക ശബ്ദമുണ്ടാക്കി ദ്വാരപാലകന്മാരെ പേടിപ്പിച്ചു. ആ ഉദ്യാനം മുഴുവൻ ഓടി നടന്ന് തന്റെ തേറ്റ കൊണ്ട് മരങ്ങളെയും വള്ളികളെയും തകർത്ത് ആ ഉദ്യാനത്തിലെ പൂവെടുത്ത് മാല കോർക്കുന്നവർ പേടിച്ച് എവിടെയൊക്കെയോ പോയി ഒളിച്ചു. കാവൽക്കാർ ശസ്ത്രങ്ങളെടുത്ത് പന്നിയെ കൊല്ലാൻ പിന്നാലെ ഓടി. ആ പന്നി യാതൊരു പേടിയുമില്ലാതെ കാവൽക്കാരെ കാലകിങ്കരനെ പോലെ പേടിപ്പിച്ചു. കൊന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇത് കണ്ട് കാവൽക്കാർ വേഗം പോയി രാജാവിന്റെ അടുത്ത് അഭയം പ്രാപിച്ചു. അവർ ഉറക്കെ കരഞ്ഞു പറഞ്ഞു, ഹാ, രക്ഷിക്കണേ രക്ഷിക്കണേന്ന്. ഇത് കേട്ട് രാജാവ് പുറത്തു വന്ന് ചോദിച്ചു, എന്താ, നിങ്ങൾ പേടിച്ചോടി കൊന്നതാന്നോ? ദേവനായാലും രാക്ഷസനായാലും ഞാൻ ഉടനെ അവനെ കൊല്ലുന്നുണ്ട്. മാലാകാരന്മാർ പറഞ്ഞു, ദേവന്മാരാണോ ദൈത്യന്മാരാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അവനൊരു പന്നിയുടെ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഉദ്യാനത്തിലെ പിച്ചിച്ചെടികളും മനോഹരമായ വള്ളികളും തകർക്കുകയാണ് അവൻ. ഞങ്ങൾ പലതരത്തിൽ അവനോട് ഏറ്റുമുട്ടിയെങ്കിലും പിന്നെയും മുന്നോട്ടാഞ്ഞു വരികയാണവൻ. അവരുടെ വാക്കേട്ട് രാജാവ് ക്രോധത്തോടുകൂടി തന്റെ അശ്വത്തിൽ കയറി ഉദ്യാനത്തിലേക്ക് വേഗം എത്തി. അവിടെ എത്തിയപ്പോൾ രാജാവ് കണ്ടത് തകർന്ന് തരിപ്പണമാക്കിയ ഉദ്യാനവും അതിൽ മുക്കറയിട്ട് നിൽക്കുന്ന പന്നിയെയുമാണ്. പോരെ, എല്ലെടുത്ത് നിൽക്കുന്ന രാജാവിനെ കണ്ട ആ പന്നി തന്റെ തേറ്റയെ കൊണ്ട് രാജാവിനെ കുത്തി മലർത്താൻ എന്നവണ്ണം ഓടി വന്നു. അത് കണ്ട രാജാവ് ദേഷ്യത്തോടെ ഒരു ബാണത്തെ പന്നിയുടെ നേർക്കയച്ചു. പന്നി തെന്നി മാറി ബാണമേൽക്കാതെ രക്ഷപ്പെട്ടു. ആ പന്നി തന്റെ മായാജാലത്താൽ ഇടക്കിടക്ക് പ്രത്യക്ഷപ്പെടും, ഇടക്കിടക്ക് മറയും. അങ്ങനെ രാജാവിനെ വട്ടം തിരിപ്പിച്ചു. വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് രാജാവ് പന്നിയുടെ പിന്നാലെ അമ്പും വില്ലും എടുത്തോടി. അവസാനം വിശപ്പും ദാഹവും സഹിക്കാതെ ആ കാട്ടിൽ ക്ഷീണിച്ചു വലഞ്ഞു രാജാവ്. അശ്വവും ക്ഷീണിച്ചു. എന്നിട്ടും കാട്ടിൽ പന്നിയെ കണ്ടതുമില്ല. വഴിയറിയാതെ കഷ്ടപ്പെടുകയും ചെയ്തു. ഇതിപ്പോ സാധാരണ പന്നിയല്ലല്ലോ, ആ മഹർഷിയുടെ മായാപന്നിയാണ്. ഇനി എങ്ങോട്ട് പോകണമെന്ന് നിശ്ചയമില്ലാതെ നാലുപാടും നോക്കിയപ്പോൾ തെളിനീരൊഴുകുന്ന അരുവി കാണാനിടയായി. രാജാവ് അതിൽ ഇറങ്ങി തന്റെ കുതിരയുടെ ദാഹം തീർത്തു. താനും കുറച്ച് വെള്ളം കുടിച്ച് ദാഹം തീർത്തു. കാട്ടിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തിരഞ്ഞു നടക്കുമ്പോൾ വിശ്വാമിത്രന്റെ വൃദ്ധനായ ബ്രാഹ്മണന്റെ വേഷത്തിൽ നിൽക്കുന്നത് കണ്ടു. ആ ദ്വിജവര്യനെ കണ്ട് രാജാവ് കുമ്പിട്ടു നമസ്കരിച്ചു. അത് കണ്ട് ഗാദീസുതൻ പറഞ്ഞു, മംഗളം ഭവിക്കട്ടെ രാജാവേ, അങ്ങ് എന്തിനാണ് ഒറ്റയ്ക്ക് കാട്ടിൽ വന്നത്? അങ്ങയുടെ വരവിന്റെ ഉദ്ദേശം എന്താണ്? ഒന്നും അറിയാത്ത പോലെ. അപ്പൊ ഹരിശ്ചന്ദ്രൻ പറയുകയാണ്, ഒരു പന്നിക്കൂറ്റൻ വന്ന് എന്റെ ഉദ്യാനവും പൂമരവും ഒക്കെ തകർത്തു. ആ ദുഷ്ടമൃഗത്തെ തടുക്കാനായി സൈന്യത്തോടുകൂടി പുറപ്പെട്ടതാണ് ഞാൻ. എന്റെ കൺമുന്നിൽ വെച്ച് അവൻ മറയുകയും ചെയ്തു. അവനെ തിരഞ്ഞ് ഞാൻ ഒറ്റക്കുമായി. സൈന്യങ്ങളൊക്കെ പല വഴിക്ക് പോവുകയും ചെയ്തു. ഞാൻ വഴിയറിയാതെ നിൽക്കുകയാണ്. ഞാൻ അയോധ്യാധിപതിയായ ഹരിശ്ചന്ദ്രനാണ്.
എൻ്റെ ഭാഗ്യം കൊണ്ട് അങ്ങയെ കാണാൻ സാധിച്ചു. എനിക്ക് നാട്ടിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരണേ. ഞാൻ രാജസൂയ യാഗം നടത്തിയവനാണേ. എന്ത് വേണമെങ്കിലും ദാനം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അങ്ങ് അയോധ്യയിലേക്ക് വരിക. എന്ത് ദക്ഷിണ വേണമെങ്കിലും ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞു. വിശ്വാമിത്രാണെന്ന് ഈ പാവൻ രാജാവൻ മനസ്സിലായിട്ടേയില്ല. ഹരിശ്ചന്ദ്ര രാജാവിന്റെ വാക്കുകൾ കേട്ട് കൗശികൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജൻ, പാപത്തെ പോക്കുന്ന തീർത്ഥമാണ് ഈ അരുവി. ഇവിടെ സ്നാനം ചെയ്ത് തർപ്പണം ചെയ്യുക. ഇത് നല്ല സമയവുമാണ്. പുണ്യതീർത്ഥത്തിലെത്തിയിട്ടും സ്നാനം ചെയ്യാതെ പോകുന്നവൻ ആത്മഹന്താവാണെന്ന മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ തീർത്ഥത്തിൽ വെച്ച് പുണ്യം കിട്ടാനുള്ള ദാനം ചെയ്താലും അത് കഴിഞ്ഞാൽ നാട്ടിലേക്കുള്ള വഴിയും കാണിച്ചു തരാം. ദാനം സ്വീകരിച്ച് ഞാനും നിന്നോടൊപ്പം നാട്ടിലേക്ക് പോരാന്ന് പറഞ്ഞു. മുനിയുടെ കാപട്യ വാക്കുകൾ അറിയാതെ സത്യസന്ധനല്ലേ രാജാവ്. രാജാവ് അടുത്തുള്ള വൃക്ഷച്ചുവട്ടിൽ കുതിരയെ കെട്ടി സ്നാനത്തിനായി നദിയിലിറങ്ങി. സ്നാനം കഴിഞ്ഞ് പിതൃക്കൾക്ക് തർപ്പണം ചെയ്ത് രാജാവ് ചോദിച്ചു, എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്ന ദാനം? ആനയോ തേരോ അശ്വമോ അതോ ധനമോ? ഏതായാലും ചോദിച്ചു കൊള്ളുക. രാജസൂയ യാഗത്തിൽ വെച്ച് ഞാൻ ഒരു വ്രതം എടുത്തിട്ടുണ്ട്. ആരെന്ത് ചോദിച്ചാലും ദാനം ചെയ്യും. ഇന്ന് ആ പുണ്യതീർത്ഥത്തിൽ അങ്ങ് വന്നതിനാൽ അങ്ങയുടെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അത് ദാനം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ വിശ്വാമിത്രൻ പറയണു, ഞാൻ നേരത്തെ തന്നെ ഹരിശ്ചന്ദ്ര രാജാവിന്റെ യശസ്സിനെ പറ്റി കേട്ടിട്ടുണ്ട്. സൂര്യവംശത്തിൽ അങ്ങയെപ്പോലെ ദാനത്തിൽ കീർത്തി കേട്ട മറ്റൊരു രാജാവ് ഉണ്ടായിട്ടേയില്ല എന്ന്. വസിഷ്ഠമുനിയും ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് രാജൻ. എന്റെ മകന്റെ വിവാഹ ആവശ്യങ്ങൾക്കായി ധനം ആവശ്യമുണ്ട്. അതെനിക്ക് തന്നാലും എന്ന് പറഞ്ഞു. ഇത് കേട്ട് രാജാവ് പറഞ്ഞു, അങ്ങ് എത്ര ധനം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞാലും. രാജാവ് ഇപ്രകാരം പറഞ്ഞ സമയത്ത് വിശ്വാമിത്രൻ രാജാവിനെ വഞ്ചിക്കാനായി ഗന്ധർവമായ കൊണ്ട് ഒരു യുവാവിനെയും 10 വയസ്സുള്ള ഒരു കന്യകയെയും കാട്ടിക്കൊടുത്ത് പറഞ്ഞു, രാജൻ, ഇവരുടെ വേളയാണ് എനിക്ക് നടത്തേണ്ടത്. ബ്രാഹ്മണന്മാരുടെ സന്തതികളുടെ വിവാഹം നടത്തി കൊടുക്കുകയാണെങ്കിൽ രാജസൂയ യാഗം കഴിച്ചു കിട്ടുന്നതിനേക്കാളും എത്രയോ ഇരട്ടി പുണ്യം കിട്ടും. മുനിയുടെ വാക്കിൽ ഭ്രമിച്ച് രാജാവ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. രാജാവിന് നാട്ടിലേക്കുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. മുനി തന്റെ ആശ്രമത്തിലേക്കും പോയി. രാജാവ് തന്റെ കൊട്ടാരത്തിലേക്കും യാത്രയായി. വേളി കഴിഞ്ഞ് അഗ്നിഹോത്ര മധ്യത്തിൽ രാജാവിന്റെ സമീപത്തെത്തി മുനി പറഞ്ഞു, രാജൻ, എനിക്ക് ആവശ്യമായ ധനം തന്നാലും. ഇത് മഹർഷിയാണിപ്പോ ഇതെല്ലാം. രാജാവ് ചോദിച്ചു, ബ്രാഹ്മണൻ, എനിക്ക് എത്ര ധനമാണ് ആവശ്യം? യശസ്സാണ് എനിക്ക് വേണ്ടത്. ധനമുണ്ടായിട്ടും പരലോക സുഖത്തിനായി യശസ് നേടുന്നില്ലെങ്കിൽ അവന്റെ ജീവിതം വ്യർത്ഥം തന്നെയാണ്. വിശ്വാമിത്രൻ പറഞ്ഞു, വരനു വേണ്ടി ആന, അശ്വൻ, രഥം, സൈന്യം തുടങ്ങിയവയോടുകൂടി ഈ രാജ്യം ഈ ശുദ്ധമായ വേദിയിൽ വെച്ച് ദാനം ചെയ്യുക. മുനിയുടെ വാക്കിൽ ഭ്രമിച്ച് ഒട്ടും ആലോചിക്കാതെ രാജ്യം തരുന്നു എന്ന് പറഞ്ഞു. രാജ്യം കൊടുത്തു കേട്ടോ. ക്രൂരനായ മുനി സ്വീകരിക്കുന്നു എന്നും പറഞ്ഞു. ഇനി ദക്ഷിണ സമർപ്പിച്ചാലും എന്നും പറഞ്ഞു. അങ്ങക്ക് എത്ര ധനം വേണമെന്ന് രാജാവ് അതും തരാം എന്ന് പറഞ്ഞ് അതും തരാന്ന് പറഞ്ഞു രാജാവ്. അപ്പൊ മുനി പറഞ്ഞു, 2.5 ഭാരം സ്വർണം വേണം. അതും തരാമെന്ന് രാജാവ് പറഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ സൈന്യങ്ങളും ക്ഷീണിതരായി അവിടെ എത്തി രാജാവിനെ വാഴ്ത്തി. രാജാവ് അവർ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ ചിന്താമഗ്നനായി അന്തഃപുരത്തിൽ പോയിരുന്നു. സർവസ്വവും ദാനം ചെയ്ത് ഞാൻ എന്ത് ചെയ്യും? പോരെങ്കിൽ 2.5 ഭാരം സ്വർണം കൊടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു. തനിക്കെന്തോ ബുദ്ധിഭ്രമം വന്നു. ആ വിപ്രൻ എന്നെ കൊള്ളക്കാരനെ പോലെ പറ്റിച്ചു. ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ ഈ ചതി ഒട്ടും മനസ്സിലാക്കിയില്ലല്ലോ ഈശ്വര. ദൈവമേ, അവിടുത്തെ സങ്കല്പം എന്താണെന്ന് അറിയുന്നില്ലല്ലോ ഞാൻ. അദ്ദേഹം കരയാൻ തുടങ്ങി. പാവം. ചിന്താധീനായി കണ്ട രാജാവിനെ കണ്ട് രാജ്ഞി ചോദിച്ചു, മകൻ വനത്തിൽ നിന്ന് തിരിച്ചെത്തി. രാജസൂയ യാഗവും ഭംഗിയായി നടന്നു. എന്നിട്ടും എന്താണ് ഈ മൗഢ്യം? ഇനിയും എന്താണ് വിഷമിച്ചിരിക്കുന്നത് പ്രഭു? അങ്ങക്ക് ശത്രുവായി ആരുമില്ല. വരുണനാണെങ്കിൽ അങ്ങയിൽ പ്രസാദിച്ചിട്ടാണ് പോയത്. ഈ ചിന്ത ദേഹത്തിന്റെ ആരോഗ്യമില്ലാതാക്കും രാജൻ. ആദ്യ കൂടാതെ വാണാലും എന്ന് പത്നി പറയണു. അങ്ങ് എന്റെ രാജ്യത്തിൽ നിന്ന് പോയാലും പറഞ്ഞു വെച്ച സ്വർണ്ണദക്ഷിണ സത്യം പാലിച്ചാലും. അത് പറയുന്നു. ബ്രാഹ്മണൻ അപ്പോഴത്തേക്ക് വന്നു. കുറച്ചു കാര്യങ്ങളൊക്കെ പത്നിയോട് പറയുകയുണ്ടായി രാജാവ്. അപ്പോഴത്തേക്ക് ഊണുറക്കമില്ലാണ്ടായി രാജാവിന്. രാവിലെ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴേക്കും എത്തി. എന്നിട്ട് വിപ്രനെ നമസ്കരിച്ചു. സർവസ്വവും അപഹരിച്ച ബ്രാഹ്മണൻ പറയുകയാണ്, എന്റെ രാജ്യത്തിൽ നിന്ന് പോയാലും പറഞ്ഞു വെച്ച സ്വർണ്ണദക്ഷിണ എനിക്ക് തന്നിട്ട് സത്യം പാലിക്കണം.
രാജാവ് പറഞ്ഞു, എന്റെ സർവസ്വവും രാജ്യവും അങ്ങേക്ക് ദാനം നൽകി കഴിഞ്ഞില്ലേ, പിന്നെ നീ എവിടുന്നാണ് നീക്ക് സ്വർണം? എങ്ങനെ ഞാൻ ചെയ്യും? നല്ല കാലം വന്ന് ധനം ലഭിച്ചാൽ ഞാൻ അങ്ങോട്ട് ദക്ഷിണ തന്നു തീർത്തോളാം എന്ന് പറഞ്ഞു. അതിനുശേഷം തന്റെ പത്നിയായ മാധവിയോട് പറഞ്ഞു പൊട്ടപ്പേര്, ഞാൻ എൻ്റെ സർവസ്വവും ഈ വിപ്രന് ദാനം ചെയ്തു. ഇനി ബാക്കിയുള്ളത് നമ്മുടെ 3 ദേഹം മാത്രമാണ്. മാധവി അല്ലാട്ടോ, ചന്ദ്രമതിയാണ്. വേറെ ഒന്നും ബാക്കിയില്ല. ഞാനിത് അയോധ്യ വിട്ടു പോകുന്നു. സമ്പന്നമായ ഈ രാജ്യം ഇനി വിപ്രനെടുക്കത്തെ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞ് ബ്രാഹ്മണനെ നമസ്കരിച്ച് ധാർമ്മികനായ ഹരിശ്ചന്ദ്രൻ വീട് വിട്ടിറങ്ങി. രാജാവ് പോകുന്നത് കണ്ടപ്പോൾ പത്നിയും മകനും അദ്ദേഹത്തെ അനുഗമിച്ചു. രാജാവില്ലാത്ത രാജ്യത്ത് ഇവനെങ്ങനെ നിൽക്കല്? രാജാവിന്റെ നിസ്സഹായ അവസ്ഥ കണ്ട് അയോധ്യവാസികൾ ദുഃഖാർത്ഥരായി കരയാൻ തുടങ്ങി. അവർ പറഞ്ഞു, രാജൻ, അങ്ങേക്ക് ഈ ദുരവസ്ഥ വരാൻ തക്കോണം എന്ത് തെറ്റാണ് അങ്ങ് ചെയ്തത്? ശക്തനായ ദുർവിധി അങ്ങയെ ചതിച്ചുവോ? ദുഷ്ടനായ ബ്രാഹ്മണനെ അയോധ്യവാസികൾ വെറുത്തു. കൊട്ടാരം വിട്ടിറങ്ങുന്ന രാജാവിനോട് അതിസുതൻ പിന്നാലെ ചെന്ന് ക്രൂരമായ വാക്കുകൾ പറയാൻ തുടങ്ങി. ഹേ നരാധിപ, ദക്ഷിണയായി തരാമെന്ന് പറഞ്ഞ് സ്വർണം തന്നിട്ട് പോയാലും അങ്ങ് തരുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ഉപേക്ഷിക്കാം. ആഗ്രഹമുണ്ടെങ്കിൽ രാജ്യം ഏറ്റുവാങ്ങിക്കൊള്ളൂ, അല്ലെങ്കിൽ വാക്ക് പറഞ്ഞ മാതിരി ദക്ഷിണ സ്വർണവും കൂടി തന്നിട്ട് പോവുക. പ്രകാരം പറഞ്ഞ കൗശികനെ തൊഴുത് നമസ്കരിച്ച് കൈകൂപ്പി ദീനനായി രാജാവ് പറയുകയാണ്. പാപം ഇത് പറയുന്നു, മഹർഷി, ഞാൻ സത്യം ചെയ്യുന്നു, ഞാൻ തരാമെന്നേറ്റ ധനം തരാതെ ഞാൻ ഊണ് കഴിക്കില്ല. സൂര്യവംശത്തിൽ പിറന്ന് രാജസൂയ യാഗം ചെയ്ത് ധാരാളം ദാനങ്ങൾ ചെയ്ത് ഞാൻ അങ്ങേക്ക് ദാനമായി തന്ന ദ്രവ്യങ്ങളും മറ്റും തിരിച്ചെടുക്കുകയോ? അതൊരിക്കലുമില്ല ബ്രാഹ്മണ. ഞാൻ എന്തായാലും അങ്ങയുടെ കടം വീട്ടുന്നുണ്ട്. കുറച്ചു കാലം കൂടി കാത്തിരിക്കണേ എന്ന് പറഞ്ഞു. രാജൻ, സർവസ്വവും ദാനം ചെയ്ത് അങ്ങേക്ക് ഇനി എവിടെ നിന്നാണ് ധനം ലഭിക്കുക? ധനം നേടുവാനുള്ള അങ്ങയുടെ ആശ വ്യർത്ഥമാണ്. അതുകൊണ്ട് ദാനം ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ അത്യാഗ്രഹം ഉപേക്ഷിച്ച് പോയിക്കൊള്ളാം. ആഗ്രഹമാണെന്ന് തനിക്ക് തന്നെ തീർച്ചയുണ്ട്. കൗശികന്റെ വാക്കുകൾ കേട്ട് രാജാവ് പറഞ്ഞു, വിപ്രദേവ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേഹം സ്വന്തമായുണ്ട്. അത് വിറ്റോ പണയം വെച്ചോ അങ്ങയുടെ കടം ഞാൻ വീട്ടുന്നുണ്ട്. കാശി രാജ്യത്ത് അതിനു പറ്റിയ ധനാഢ്യരുണ്ടാവും. അവർക്ക് ഭൃത്യന്മാരായി ഞങ്ങൾ ജീവിച്ചു കൊള്ളാം. ഈ 3 ദേഹവും വിറ്റ് അങ്ങ് പറഞ്ഞ സ്വർണം ഞാൻ തരും. പ്രകാരം പറഞ്ഞ് രാജാവും കുടുംബവും ശിവപാർവതിമാർ വാഴുന്ന കാശി രാജ്യത്തേക്ക് പോയി. മനോഹരമായ ആ പ്രദേശം കണ്ട് രാജാവ് പറഞ്ഞു, മനസ്സിന് ഉത്സാഹം തരുന്ന ഈ സ്ഥലം കാണാൻ സാധിച്ചത് ഭാഗ്യം കൊണ്ട് തന്നെയാണ്. രാജാവ് ഗംഗയിലിറങ്ങി പിതൃതർപ്പണം ചെയ്ത് കാശി വിശ്വനാഥനെ പൂജിച്ച് ഓരോ കാഴ്ചകൾ കണ്ട് വാരാണസിയിൽ പ്രവേശിച്ചു. ഈ രാജ്യം മനുഷ്യരെ കൊണ്ട് ഉണ്ടാക്കാൻ സാധ്യമല്ല. ഇതിന്റെ നാഥൻ മഹാദേവൻ തന്നെയാണ്. രാജാവ് പല കാഴ്ചകളും കണ്ട് കാശി രാജ്യത്തിൽ കൂടി അങ്ങനെ നടക്കുന്ന സമയത്ത് ബ്രാഹ്മണൻ വീണ്ടും വന്നില്ലേ. രാജാവ് ഉടനെ നമസ്കരിച്ച് വിനയാനിതനായി പറഞ്ഞു, ഞാനും എൻ്റെ മകനും പത്നിയും അങ്ങക്ക് അധീനനാണ്. ഇനി എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാലും. പാവപ്പ. ഇപ്പം വിശ്വാമിത്രൻ പറയുകയാണ്, സത്യം ചെയ്തിട്ട് 1 മാസമായി, അതങ്ങ് ഓർമ്മിക്കുന്നുണ്ടോ? രാജാവ് പറഞ്ഞു, ഇനി പകുതി നാൾ ബാക്കിയുണ്ട്, ക്ഷമിക്കുക. വിശ്വാമിത്രൻ തൽക്കാലം യാത്രയായി. രാജാവ് ചിന്താധീനനായി. ഞാൻ ചെയ്ത സത്യം എങ്ങനെ നിറവേറ്റും? പ്രതിഗ്രഹം യോഗ്യമല്ല, യാചന ഒട്ടും ശരിയല്ല. രാജവൃത്തികൾ 3 വിധത്തിലാണെന്നാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. 1 ദാനം, 1 അധ്യയനം, 1 യജനം. ദക്ഷിണ സമർപ്പിക്കാതെ ഞാൻ മരിക്കുകയാണെങ്കിൽ നരകഫലം അനുഭവിക്കേണ്ടത് ആയി വരും. തീർച്ചയാണത്. ദുഃഖം കൊണ്ട് ദീനനായി നിൽക്കുന്ന ഭർത്താവിനെ കണ്ട് പത്നി ഗദ്ഗദകണ്ഠയായി പറഞ്ഞു, നാഥ, അങ്ങ് സത്യം പാലിച്ചാലും സത്യം വെടിഞ്ഞ മനുഷ്യനെ ശവത്തെ പോലെ കരുതണം. 100 അശ്വമേധം ചെയ്ത യയാതി രാജാവ് ചെറിയൊരു കള്ളം പറഞ്ഞത് കൊണ്ടല്ലേ സ്വർഗത്തിൽ നിന്ന് പതിച്ചുപോയത്. പ്രിയേ, വംശം നിലനിർത്തുവാൻ നമുക്ക് നമ്മുടെ മകനുണ്ടല്ലോ. എന്താണ് നീ പറയുവാൻ ഉദ്ദേശിക്കുന്നത്? പത്നി പറഞ്ഞു, രാജൻ, പുത്രന് നൽകുകയാണല്ലോ സ്ത്രീയുടെ വൃത്തി. സത്യത്തിന് കളങ്കം തട്ടാതിരിക്കാൻ എന്നെ വിറ്റിട്ടാണെങ്കിലും ബ്രാഹ്മണന് ദക്ഷിണ സമർപ്പിച്ചാലും. പത്നിയുടെ വാക്കുകൾ കേട്ട് രാജാവ് ബോധരഹിതനായി വീണുപോയി. പിന്നീട് ബോധം വന്ന സമയത്ത് പറഞ്ഞു, ശുഭേ, നിന്നെ എങ്ങനെയാണ് ഞാൻ വിട്ടുകൊടുക്കുക? പറയാൻ പാടില്ലാത്തതായ വാക്കുകൾ പറയാമോ? സ്വന്തം ഭാര്യയെ വിൽക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറയുമ്പോഴേക്കും രാജാവ് വീണ്ടും ബോധരഹിതനായി നിലം പതിച്ചു. അതുകൊണ്ട് ദീനയായ രാജ്ഞി പറയുകയാണ്, ദൈവമേ,
എന്റെ കൊടിമരം വീണ മാതിരി നിലത്ത് പതിച്ചുവല്ലോ ഈശ്വര. ആരുടെ ദുഷ്കൃതം കൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചത്? അനവധി ദാനം ചെയ്ത എന്റെ പ്രിയതമനിതാ ഈ മണ്ണിൽ വീണ് കിടക്കുകയാണ്. ഇന്ദ്രന് സമനായ എന്റെ പതിക്ക് എന്ത് ദുര്യോഗമാണ് സംഭവിച്ചത് ദൈവമേ. അതും പറഞ്ഞ് രാജ്ഞിയും മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണു. ഈ സമയത്ത് ഒന്നും അറിയാത്ത ആ കൊച്ചു ബാലൻ വിശപ്പ് സഹിക്കാതെ പറയണമേ, അച്ഛാ ചോറ് തരൂ, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോ വിശപ്പ് സഹിക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മകനെ കണ്ട് ആദ്യപൂണ്ടിരിക്കുന്ന ഹരിശ്ചന്ദ്രന്റെ മുമ്പിൽ വൃദ്ധാവിഷ്ട ദേഷ്യമെന്ന് പറക്കുന്ന രീതിയിൽ ഇദ്ദേഹം വീണ്ടും വന്നു ദക്ഷിണ വാങ്ങാൻ. അദ്ദേഹത്തിന്റെ കണ്ടയുടൻ രാജാവ് വീണ്ടും ബോധം കെട്ടുകൊണ്ടു. മുനി വേഗം കുറച്ച് ജലമെടുത്ത് മുഖത്ത് തെളിച്ചു പറഞ്ഞു, രാജൻ വേഗം എഴുന്നേൽക്ക്, എനിക്ക് ദക്ഷിണ തരുവോ? ദക്ഷിണ നൽകൂ, എന്നിട്ട് സത്യം പാലിക്കൂ. സത്യത്തിലാണ് ഭൂമിയുടെ നിലനിൽപ്പ്. സൂര്യൻ പോലും സത്യത്തിലാണ് വർത്തിക്കുന്നത്. രാഗത്തെക്കാളും സത്യത്തിനാണ് മുൻതൂക്കം. ഇന്ന് അസ്തമിക്കുന്നതിന് മുമ്പ് എന്റെ ദക്ഷിണ തന്നില്ലെങ്കിൽ ഞാൻ ശപിക്കും, ഉറപ്പാണ്. ഇത്രയും പറഞ്ഞ് കൗശികൻ തിരിച്ചുപോയി. ദക്ഷിണധനം കൊടുക്കാൻ പറ്റാത്തോണ്ട് രാജാവിനെ ഋഷിയും വല്ലാതെ ദുഃഖിപ്പിച്ചു. ആ സമയത്ത് വേദപാരകനായ ഒരു ബ്രാഹ്മണൻ അനേകം വിപ്രന്മാരോട് കൂടി വരുന്നത് രാജ്ഞി കണ്ടു. രാജ്ഞി വേഗം രാജാവിന്റെ സമീപം വന്ന് ധർമ്മത്തിന് ചേരുന്ന ചില വാക്കുകൾ പറഞ്ഞു. രാജൻ, വർണ്ണത്രയങ്ങൾക്കും പിതാവാണല്ലോ ബ്രാഹ്മണൻ. അതുകൊണ്ട് മക്കളായ നമ്മൾക്ക് അദ്ദേഹത്തിനോട് ദക്ഷിണ ധനം കടമായി ചോദിക്കാം. ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് ഇദ്ദേഹത്തിനോട് മതിയെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് രാജ്ഞി പറഞ്ഞു. രാജാവ് പറഞ്ഞു, പ്രിയതമേ, ക്ഷത്രിയന് കടം വാങ്ങൽ യോഗ്യതയാണോ? വിപ്രന്മാർക്ക് യാചിക്കാം, എന്നാൽ ക്ഷത്രിയന് യാചന നിഷിദ്ധമാണ്, കൊടുത്തിട്ടേ ശീലമുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ക്ഷത്രിയൻ ബ്രാഹ്മണനോട് യാചിക്കരുത്. രാജാവിന്റെ ധർമ്മം ദാനം, അധ്യയനം, യജ്ഞം, ശരണാഗത രക്ഷണം, പ്രജാപരിപാലനം തുടങ്ങിയവയാണ്. യാചിക്കൽ ആലോചിക്കുകയേ വേണ്ട. ദാനം മാത്രമാണ് മനസ്സിലുള്ളത്. വല്ല വിധേനയും ധനം വാങ്ങി ബ്രാഹ്മണന് നൽകും. എന്ത് വിധേന? പ്രഭു, കാലത്തിനനുസൃതമായി നമ്മളും ജീവിക്കണ്ടേ? വിപ്രന്മാർ പരാർത്ഥിശീലരാകുമ്പോൾ നമ്മളും കാലത്തിനൊത്ത് മാറണ്ടേ? ആ വിപ്രൻ നമ്മുടെ ധനവും സൗഖ്യവും കവർന്നെടുത്ത് നമ്മളെ പീഡിപ്പിച്ചില്ലേ? രാജാവ് പറയണു, മൂർച്ചയുള്ള വാളുകൊണ്ട് നാവ് മുറിച്ചാലും തരണേ എന്ന് ഒരു വാക്ക് ഉച്ചരിക്കാൻ എനിക്ക് വയ്യ. മഹാഭാഗേ, പ്രിയതമേ, ക്ഷത്രിയനായി ഞാൻ ഒരിക്കലും യാചിക്കില്ല. തന്റെ ശക്തി കൊണ്ട് ധനം സംഭരിച്ച് ദാനം ചെയ്യും. പത്നി പറഞ്ഞു, അങ്ങക്ക് യാചിക്കാൻ വയ്യെങ്കിൽ വേണ്ട. എന്നെ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഗുരുദക്ഷിണ ചെയ്താലും എന്നെ ഇന്ദ്രാദി ദേവന്മാർ അങ്ങക്ക് തന്നതല്ലേ. അങ്ങനെ ഹരിശ്ചന്ദ്ര രാജാവ് കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞ് വിലപിക്കാൻ തുടങ്ങി. അത് കണ്ട് പത്നി വീണ്ടും പറഞ്ഞു, പ്രിയതമാ, ഞാൻ പറയുന്ന മാതിരി ചെയ്ത് കടം വീട്ടുക. മുനിശാപത്താൽ ദേഹം ക്ലേശിപ്പിക്കാതിരിക്ക്. ചൂത് കളിക്കുവാനും മദ്യസേവക്കും രാജ്യം വെട്ടിപ്പിടിക്കാനും ഒന്നും അല്ല എന്നെ വിൽക്കുന്നത്, സത്യം രക്ഷിക്കാനല്ലേ. അങ്ങ് ധൈര്യമായി എന്നെ വിറ്റ് കടത്തിൽ നിന്ന് മുക്തി നേടിയാലും എന്നുള്ള ആ പതിവ്രതയായ ചന്ദ്രമതിയുടെ വാക്കുകളോടുകൂടി ഇന്നത്തെ ഭാഗം ഭഗവത്പാദങ്ങളെ സമർപ്പിച്ചു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.